നമസ്കാരം. ആയുർജിരിയിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പരിചയപ്പെടാനുള്ളത് സാധാരണയായിട്ട് തണുപ്പ് മാസം വന്നു കഴിഞ്ഞാൽ ഡിസംബറിലൊക്കെ തന്നെ എല്ലാവർക്കും അനുഭവപ്പെടുന്ന ചെറിയൊരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ സോർ ത്രോട്ട്, തൊണ്ടവേദന, ജലദോഷം പോലുള്ള കഫം റിലേറ്റഡ് ആയിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ കോമൺ ആയിട്ട് കാണപ്പെടുന്നതാണ്. അത് തണുപ്പ് കൊണ്ടാവാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് സൈനസ് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതുകൊണ്ടാവാം. അങ്ങനെ പലവിധ കാരണങ്ങൾ കൊണ്ട് ഈ ഒരു പ്രശ്നം വരാറുണ്ട്. ഇതും തന്നെ കോവിഡ് വന്ന് മാറിയതിന് ശേഷം കഫം മാറാതെ നിലനിൽക്കുന്ന ഒരവസ്ഥയും തന്നെ കൂടുതൽ പേരിലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ കഫം നമുക്ക് ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ നെഞ്ചിന് മുകളിലോട്ടുള്ള ഭാഗങ്ങളിൽ ഒക്കെ തന്നെ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാക്കാറുണ്ട്. ഇത് നീരിറക്കം പോലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ കഴുത്ത് വേദന പോലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കൈപൊക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനെ ആ രീതിയിലുള്ള ചില വേദനകൾ കൂടുതലാവുക, ഇതൊക്കെ തന്നെ വളരെ കോമൺ ആയിട്ടുള്ള, അതൊക്കെ തന്നെ ഈ ഒരു കഫത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ കഫം പ്രിഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ കോമൺ ആയിട്ട് കാണുന്ന പ്രശ്നങ്ങളാണ്. ഇതിന് വളരെ സ്യൂട്ടായിട്ടുള്ള ചില ത്രികടു ചൂർണം പോലുള്ളവയൊക്കെ ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ ചുക്ക് കാപ്പി പോലെ തയ്യാറാക്കി ഉപയോഗിക്കുന്നത്, ഈ ഒരു ഇന്ദുകാന്ത ചൂർണം ഉപയോഗിച്ച് കഷായം തയ്യാറാക്കുന്നതും ഒക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ തന്നെ ആയുർവേദ ചൂർണങ്ങളൊക്കെ വാങ്ങിക്കാൻ പലർക്കും കിട്ടുന്നില്ല എന്നുള്ള പരാതിയൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും ഇന്നുണ്ടാക്കുന്ന ഈ ഒരു അപൂർവ കൂട്ട് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും സാധിക്കും. നല്ല ഇഫക്റ്റീവായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന 2-3 ചേരുവകൾ ഇതിന് ഉപയോഗിച്ചിട്ടുള്ളൂ. ഈ 3 ചേരുവകൾ കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു ഗുഡാർദ്രക പ്രയോഗമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഗുഡം എന്ന് പറയുന്നത് ശർക്കരയാണ്, ആർദ്രക എന്ന് പറയുന്നത് ഇഞ്ചിയാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളും അതിലൂടെ ഒരു ചെറിയ ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്തിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. ഇതിൽ ഈ ഇഞ്ചിയൊക്കെ തന്നെ, ഇഞ്ചിയുടെ തന്നെ മറ്റൊരു ഫോമാണ് നമ്മൾ ആർദ്രകം എന്ന് സംസ്കൃതത്തിൽ പറയുന്ന പേരാണ്. അതല്ലെങ്കിൽ ശുണ്ഠി എന്ന് പറയും. ഇത് ഉണക്കിപ്പൊടിച്ച് ചുക്ക് രൂപത്തിനെ നമ്മൾ അതിൽ രീതിയിലാണ് പറയുന്നത്. ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ മുൻപും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ചുക്കൊക്കെ ഉണക്കിപ്പൊടിച്ചതൊക്കെ എപ്പോഴും ഉണ്ടാവണമെന്നില്ല. പക്ഷേ എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള കാര്യമാണ് ഇഞ്ചി എന്ന് പറയുന്നത്. ഇഞ്ചിക്ക് വളരെ ദീപന ശക്തിയുണ്ട് എന്നാണ് പറയുന്നത്. അതായത് വിശപ്പിനെയൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു ദോഷം കൂടുന്ന സമയത്ത് ഈ ഒരു പിത്തദോഷത്തിന് അല്ലെങ്കിൽ നമ്മുടെ എൻസൈംസിനെ, ഡൈജസ്റ്റീവ് ജ്യൂസിനെയൊക്കെ ഒന്ന് ആക്റ്റീവ് ആക്കാൻ സഹായിക്കുന്നുണ്ട് ഇത്തരം ഇഞ്ചിയുടെ പ്രയോഗം. ദീപനം രുചിതം ശോഫ കഫ കണ്ടാവയാമഹം കഫ അനിലഹരം സൂര്യം വിബന്ധ ആനാഹ ശൂലജിത് എന്ന് തുടങ്ങുന്ന ഈ ഒരു ശ്ലോകത്തിൽ അല്ലെങ്കിൽ ധന്വന്തരി നിഘണ്ടുവിലെ ഈ ഒരു റെഫറൻസിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇത് നമ്മുടെ ടേസ്റ്റ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു, അല്ലെങ്കിൽ ഡൈജഷൻ കറക്റ്റായിട്ട് നടത്തുന്നുണ്ട്. ദഹനക്കുറവ് അല്ലെങ്കിൽ വിശപ്പില്ലായ്മ പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഇത് വളരെ നല്ലതാണ്. അല്ലെ ശരീരത്തിൽ നീര്, സ്വെല്ലിങ്, ഇൻഫ്ലമേഷൻ ഒക്കെ വരുന്നത് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ ചുമ പോലുള്ള പ്രശ്നങ്ങൾ, ആസ്മ, ബ്രോങ്കൈറ്റിസ് ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ കുറയ്ക്കാൻ ഇത് വളരെ നല്ലതാണ്. സോർ ത്രോട്ട്, തൊണ്ടവേദന പോലുള്ള തൊണ്ടയ്ക്ക് ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ, അതല്ലെങ്കിൽ ഈ സമയത്ത് വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം എന്നുള്ളത്. അതുവഴി തന്നെ നമുക്ക് ഗ്യാസ്, ബ്ലോട്ടിങ് ഉണ്ടാവാറുണ്ട്. വയറിലൂടെ ഉരുണ്ട് കയറുന്നത് പോലെയുള്ള ഒരവസ്ഥ, ആ ഗ്യാസ് നിറഞ്ഞിട്ടുണ്ടാവുന്ന ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ നാവിന് മുകളിലായിട്ട് വെള്ള കളറിലുള്ള ആ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ പോലെ ഒരു ബുദ്ധിമുട്ടും കാണിക്കാറുണ്ട്. ഇതൊക്കെ തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് വളരെ നല്ല ഒരു ഒറ്റമൂലിയായിട്ട് നമുക്ക് ഈ ഒരു ഇഞ്ചിയെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ചുമ കുറയ്ക്കാനും ആസ്മ രോഗികൾക്കൊക്കെ വളരെ നല്ലതാണ് ഇഞ്ചി എന്ന് പറയുന്നത്. അത്ര നിസാരമായിട്ട് തള്ളിക്കളയേണ്ട ഒന്നല്ല ഇഞ്ചി. ഇഞ്ചിയിൽ ഇത്രയേറെ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇഞ്ചിയാണ് ഇതിൽ പ്രധാന ചേരുവ. പിന്നെ മറ്റൊന്ന് ശർക്കരയാണ്. ഇതൊക്കെ തന്നെ നമ്മൾ ഇങ്ങനെ കഴിക്കുന്ന കാര്യം മാത്രമല്ല, ഇത്തരം ഇൻഫെക്ഷൻ ഉള്ളവർക്ക് മാത്രം ഉപയോഗിക്കാം എന്നല്ല പറയുന്നത്. കാരണം ഈ ഒരു ചേരുവ എന്ന് പറയുന്നത് ശരീരത്തിൽ HB കൗണ്ട് കുറഞ്ഞവർക്ക് അവർക്കും തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഗുഡാർദ്രക പ്രയോഗമാണ് ഇന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ ഇത് നമ്മൾ ആയുർവേദത്തിലെ ചില ട്രീറ്റ്മെൻറ്റുകളിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ചില ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്തിട്ടുള്ളതും തന്നെ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പ്രിപ്പറേഷൻ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കി ഉപയോഗിക്കേണ്ടത് എന്നുള്ളതും കണ്ടു നോക്കാം.
ഇന്നത്തെ ഗുഡാർദ്രക പ്രയോഗത്തിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചിയിലെ ഫിനോളിക് കോമ്പൗണ്ട്സ് ജിഞ്ചറോൾസും ഷാഗോൾസും തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയതുകൊണ്ട് തൊണ്ടയിടിക്ക് നല്ലൊരു സുഖം നൽകും. എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ കുറയ്ക്കാൻ നല്ലതാണ്. അസിഡിറ്റി കൂടുതലുള്ളവ കുറഞ്ഞ് ഉപയോഗിച്ചാൽ മതി. ചെറിയുള്ളി എന്ന് പറയുന്നതും തന്നെ ധാരാളം കാൽസ്യം, ഫോസ്ഫറസ്, അയൺ, റൈബോഫ്ലാവിൻ ഒക്കെ അടങ്ങിയതുകൊണ്ട് തന്നെ വളരെ അലിയം വെജിറ്റബിൾസ് ആയിട്ടുള്ളതിലാണ് ചെറിയുള്ളി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ, ആൻറ്റി വൈറൽ ആക്ഷൻ ഉള്ളതുകൊണ്ട് കോൾഡ്, കഫ്, ജലദോഷം പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് സ്ക്രേപ്പ് ചെയ്തെടുക്കാം. ശർക്കര എന്ന് പറയുന്നത് തന്നെ നാച്ചുറൽ ക്ലെൻസിങ് ഏജൻ്റ് ആണ് നമ്മുടെ ശ്വാസകോശങ്ങൾക്ക്. അതുപോലെ HB കൗണ്ട് കൂട്ടാൻ നല്ലതാണ്. ഒരു ഇൻസ്റ്റൻറ്റ് എനർജി നമുക്ക് ബോഡിക്ക് തരാൻ നല്ലതാണ്. അതുപോലെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ തടയാനും ഭക്ഷണത്തിന് ശേഷം ഇത് കഴിക്കുന്നത് ഡൈജഷൻ ശരിയായിട്ട് നടത്താൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. ഇതെല്ലാം തന്നെ വളരെ കുറഞ്ഞൊരു എമൗണ്ടിൽ എടുത്താൽ മതി. ഞാൻ പറഞ്ഞ പോലെ അസിഡിറ്റി ഉള്ളവരാണെങ്കിൽ മാത്രം അവർ ഇഞ്ചി കുറഞ്ഞൊരു എമൗണ്ടിൽ എടുത്താൽ മതി. ഇനി ഇത് ഞാൻ പറഞ്ഞതുപോലെ ഭക്ഷണത്തിന് മുൻപ് വേണമെങ്കിൽ കഴിക്കാം. പക്ഷേ നെഞ്ചെരിച്ചിലുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിന് ശേഷം കഴിച്ചാലും മതി. ഇത് റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള ഈ ഒരു ഗുഡാർദ്രക പ്രയോഗം നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളതായിരിക്കും. കാരണം കഫദോഷം കൂടിയിട്ടുണ്ടാകുന്ന ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ സ്ഥിരമായിട്ട് അനുഭവിക്കുന്നവരാണ് നമ്മളിൽ എല്ലാവരും തന്നെ ഏതെങ്കിലും ഒരു സമയത്ത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കും തന്നെ ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഇതിൽ ഇഞ്ചിയൊക്കെ തന്നെ അമിതമായി കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു അളവിൽ ഉപയോഗിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കുറച്ച് യുക്തിപരമായിട്ട് വേണമെങ്കിൽ അല്പം ഇതിൻ്റെ കുറഞ്ഞ അളവിൽ, അതായത് ഇഞ്ചി കുറഞ്ഞ അളവിൽ ശർക്കര അല്പം കൂട്ടിയിട്ടൊക്കെ എടുത്തിട്ട് ചെറിയ രീതിയിലായാലും ഉള്ളിലേക്ക് എത്തിക്കുന്ന രീതിയിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിൽ വലിയ തെറ്റൊന്നുമില്ല. പക്ഷേ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള മുതിർന്നവർക്കാണെങ്കിൽ ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കി ഉപയോഗിക്കുക. ഞാൻ പറഞ്ഞ പോലെ അനീമിക് ആയിട്ടുള്ളവർക്കൊക്കെ തന്നെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. കാരണം നമുക്ക് ഒരുപാട് മരുന്നുകളൊന്നും തേടി പോകേണ്ട ആവശ്യമില്ല. ഇത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കുന്ന ഈ ഒരു ഒറ്റമൂലിക്കൂട്ട് നിങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങളുള്ളവർക്ക് ചുമ, ജലദോഷം അല്ലെങ്കിൽ തൊണ്ടവേദന പോലുള്ള പ്രശ്നങ്ങളോ അതുവഴി ഉണ്ടാവുന്ന ആസ്മ ബുദ്ധിമുട്ടുകൾ, ശ്വാസം മുട്ടൽ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ട്, ബ്രോങ്കൈറ്റിസ് പ്രശ്നങ്ങൾക്കൊക്കെ ഇഞ്ചി വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു രൂപത്തിൽ തന്നെ തയ്യാറാക്കി ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെയധികം വ്യത്യാസം കാണാൻ സാധിക്കാറുണ്ട്. നിങ്ങൾ ഉപയോഗിച്ച് ഇത് എഫക്റ്റീവായി തോന്നിയെങ്കിൽ മാക്സിമം മറ്റുള്ളവരിലേക്കും കൂടെ ഇത്തരം ഉപകാരപ്രദമായിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ അവർക്കും കൂടെ ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയവുമായി ഉടനെ തന്നെ കണ്ടുമുട്ടാം. നന്ദി.